ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ എപ്പിസോഡ്. എന്ത് വീഡിയോ ഇടണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുക്കളയിൽ പോയപ്പോൾ ഒരു ജഗ് ഇരിക്കുന്നത് കണ്ടത്. നേരെ അതെടുത്തു, മെല്ലെ മുങ്ങി. അങ്ങനെ ജഗ് കയ്യിൽ കിട്ടി. ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കോഫി പൗഡർ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ നേരെ അതും എടുത്ത് മുങ്ങി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണല്ലേ? അപ്പോൾ എൻ്റെ ലെഫ്റ്റിൽ നിങ്ങളെ റൈറ്റിൽ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എങ്ങനെയാണ് ഈ ജഗ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ ജഗ്ഗാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ വേണ്ടതോ ജൂട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നോട്ട്ബുക്ക് പേജസ് ആണ്. A4 എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചൂടുവെള്ളത്തിൽ നന്നായി വെട്ടിത്തിളപ്പിച്ച് കോഫിയാണ് വേണ്ടത്. ഇത്ര തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ, എന്നാലേ നമ്മൾ വിചാരിച്ച കളറ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മൊഞ്ച് കൂട്ടാനായിട്ട് വാർണിഷും എടുക്കാം. നന്നായിട്ട് സ്ട്രോങ് ആയി വെക്കാൻ ഗ്ലൂ എടുക്കാം. ഇനി നമ്മുടെ മെയിൻ താരനായ പേജസിനെ മെല്ലെ കീറിയെടുക്കാം. ഈ ഒരു ജഗ്ഗിന് 2 പേജസൊക്കെ ധാരാളമാണ് കേട്ടോ. ഇത് കൈ വെച്ച് കീറുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോഴാണ് അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. ഇതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് കീറിയെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കോഫിയിൽ കുളിപ്പിച്ചെടുക്കാം. നന്നായി കുളിച്ച പേപ്പറിനെ ഇനി കോഫിയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മളെ പേപ്പറിനെ നമുക്ക് വെയിലത്ത് തേങ്ങ ഉണക്കാനിടുന്ന പോലെ ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, ഫാനിൻ്റെ ചുവട്ടിട്ടാലേ? അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ പേപ്പർ നല്ല ഡ്രൈ ആയി മൊഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. പേപ്പറിൻ്റെ ചുറ്റും കാണാനൊന്നും ഒരു ഭംഗിയില്ലല്ലേ? നമുക്കൊന്ന് തീ വെച്ച് ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുത്താലോ? ഇതുപോലെ ജസ്റ്റ് തീയിൽ കാണിക്കുക, കൈ കൊണ്ട് മെല്ലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് നല്ല അടിപൊളി ബോർഡർ ഉണ്ടാക്കാം. ഞാനിത് പറഞ്ഞേക്ക് നിങ്ങൾ കൈയൊന്നും പൊള്ളിച്ചേക്കല്ലേ. സേഫ്റ്റിക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് തടവി കൊടുത്താൽ മതി. അങ്ങനെ ആ പണി തീർന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 സ്പൂൺ വാട്ടറും 1 സ്പൂൺ ഗ്ലൂവും മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്ലൂ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വാട്ടറും ഗ്ലൂവും കൂടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളായി നടക്കും.
ഇതേ ഞാൻ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മളെ ജൂട്ടുണ്ടല്ലോ, അത് വെച്ച് നമ്മളെ ജഗ്ഗിനെ ഒന്നും കൂടെ മൊഞ്ചു കൂട്ടാം. അടിയിലും മുകളിലും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ചുറ്റിയെടുത്ത് ഒന്ന് മൊഞ്ചാക്കിയെടുക്കാം. തിളക്കം പോരല്ലോ, എങ്കിൽ നമുക്ക് വാർണിഷ് എടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജഗ്ഗിൻ്റെ കയ്യിനൊരു പരാതി, എന്നെ എന്താ മൊഞ്ചൊന്നും കൂട്ടുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കയ്യിനെ ഒന്ന് മൊഞ്ച് കൂട്ടാന്ന്. ജൂട്ടെടുത്തു, ചുറ്റി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഫ്ലവറും കൂടെ ആയാലോ എന്ന്. അപ്പോൾ അതും ചെയ്തു. ഇത് 2 ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അവിടെ വെച്ച് ഒട്ടിച്ച് ചുറ്റി ചുറ്റി എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വെച്ചിട്ട് ചുറ്റി ചുറ്റി ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കയ്യിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. മറ്റേത് നമുക്ക് കുറച്ചും കൂടെ പണി കൂടുതലാണ്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ കയ്യിൽ ചുറ്റുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളുടെ ജഗ്ഗ് നല്ല മൊഞ്ചെത്തിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇവൾക്കൊരു ഫ്രണ്ടിനെ കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം നിറച്ചിട്ട് അതിൽ അവൾക്കൊരു ഫ്രണ്ടിനെ കൂടെ കൊടുത്തു. അങ്ങനെ നമ്മുടെ അടിപൊളി ജഗ് പോട്ട് റെഡി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചറപ്പറ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്. എല്ലാവരും ഒന്ന് ചിരിച്ചേ.